ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസല്ലം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വളാഞ്ചേരി ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തേക്ക് പോണേ കാറിൽ പോണ ഒരു സഹോദരൻ്റെ കൂടെ ഞാനും കാറിൽ കയറി. ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ വളാഞ്ചേരി ഒറ്റപ്പാലം പാലക്കാട് ഇങ്ങനെ കറങ്ങുകയാണ്, നിങ്ങൾ യാത്ര ബുദ്ധിമുട്ടാവും ചോദിച്ചു. ഇല്ല ഞാൻ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ താല്പര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ആ ആഴ്ചകളിൽ ഇവിടെ കുറേ ഒറ്റപ്പാലം വളാഞ്ചേരി പാലക്കാട് ഒക്കെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് അഡ്രസ്സ് ഉണ്ട്. എന്നാലും ബിസ്മിൻ്റെ പെട്രോൾ അടിക്കേണ്ട, അതിൽ കയറി കൂടിയാൽ മതിയല്ലോ. ഞാൻ അതിൽ കയറി കൂടി. അങ്ങനെ വളാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പാലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒരു ഓർഫൻ ഫാമിലി ഉണ്ടല്ലോ. അപ്പോൾ സത്യത്തിൽ 7 കൊല്ലം 7 കൊല്ലമായിട്ട് ഇവിടെ ബിസ്മിൽ വരുന്ന സഹോദരിയാണ്. പക്ഷേ ആ സഹോദരിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. സഹോദരിക്ക് ചെറിയൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിന്, ഒറ്റപ്പാലത്താണെന്ന് അറിയാം. അതിൻ്റെ ഫോൺ നമ്പർ അറിയില്ല. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിച്ച് അശ്വിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അശ്വ ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, ഓർഫൻ 3 കുട്ടികളാണല്ലോ എനിക്കറിയാം. ഞാൻ മുമ്പ് വന്നിനി, അന്ന് വാടക വീട്ടിലാണ് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തോ പഞ്ചായത്തൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് അവരൊന്ന് ബന്ധപ്പെടാൻ എന്താ മാർഗം തന്നെ. അപ്പോൾ നമ്പർ അയച്ചു തന്നു. അവരോട് എന്നെ വിളിക്കാനും പറഞ്ഞു, ഓരോട് എനിക്ക് ലൊക്കേഷൻ വിട്ടു തന്നു. തലകാലത്തിന് ഞാൻ വണ്ടി പോയിക്കൊണ്ടിരിക്കണതിൻ്റെ 3.5 കിലോമീറ്റർ അപ്പുറത്താണ് വരെ വീട്ടിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി. അപ്പോൾ ഒരു വലിയ സന്തോഷമായി. അപ്പോൾ സത്യത്തിൽ എനിക്ക് ആ സഹോദരൻ്റെ പേര് ഓർമ്മയില്ല, നമ്പർ ഓർമ്മയില്ല. പഴയ കാലത്ത് താമസിച്ചൊരു ഒരു കോട്ടേഴ്സിനെ പറ്റി ഒരു ഓർമ്മ ഉണ്ട്, അതും കറക്റ്റ് ഓർമ്മയില്ല. 7-6 കൊല്ലം മുന്നേ പോയതാണ്. പക്ഷെ എന്താ ഭയങ്കര സന്തോഷമായി. എന്താ സ്ഥിതി? അപ്പം ബിസ്മിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പ് മാത്രമേ ഉള്ളൂ സഹായം, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നല്ലൊരു വീടുണ്ടല്ലോ അവിടെ, അവരൊക്കെ വല്ലതും തെരുവിൽ വെച്ച്. അപ്പോൾ പറഞ്ഞു, ഒന്ന് കിട്ടിയില്ല എനിക്ക് കാക്ക, വെള്ളമെങ്കിലും കിട്ടിയാൽ മതി. ആദ്യം വെള്ളം എടുത്തിന്, ഇപ്പം വെള്ളം എടുത്തപ്പം പറഞ്ഞു, വെള്ളം ഞങ്ങൾക്ക് ഉണ്ടാവില്ല, വെള്ളം പറ്റാണ്ടാവും, നിങ്ങൾ വെള്ളം വേറെ എവിടെയും നോക്കിക്കോളി, ഇനി വെള്ളം എടുത്താൽ ഞങ്ങൾ കൊടുക്കും, അപ്പം നിങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നോക്കിയാണ്. പിന്നെ ഇവർക്ക് ഏക ആശ്രയം ഗവൺമെൻറ്റിൻ്റെ വെള്ളമാണ്. അതൊരാഴ്ചയിൽ വരുന്നവരുണ്ട്, ആഴ്ചയിൽ 2 വട്ടം വരുന്ന സമയത്തുണ്ട്. വെള്ളം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് എല്ലാവരും വെള്ളത്തിന് പിടിയുമ്പില്ല. അപ്പോൾ ഇവിടെ കയറിത്തിയ വെള്ളം കിട്ടുമോ ചോദിച്ചാൽ വെള്ളം കിട്ടും, ചിലപ്പം കിട്ടുക സാധ്യത ഒക്കെ ഉണ്ട്. അപ്പുറത്തൊരു കുഴൽക്കിണറുണ്ട് പറഞ്ഞു. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. നിങ്ങളൊരു കുഴൽക്കിണർ ഒത്തിരി സ്ഥലം കണ്ടിച്ചിട്ട് വിളിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഴൽക്കിണറിന് സ്ഥലം കണ്ടിച്ച് വിളിച്ചു. അപ്പോൾ ഞാൻ ആയുഷ്വിനും കുഞ്ഞുമാനെ കുറിച്ച് സംസാരിച്ചു കൂടെ. അപ്പോൾ അവർ പറഞ്ഞ് ചെറിയൊരു പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാർ ചെറിയൊരു പൈസ തരും, എത്ര തരുമെന്ന് അറിയില്ല. ശരി, കിട്ടട്ടെ ബാക്കി നമുക്ക് ഇത് നോക്കാമെന്ന് ഇവരോട് കയറിത്താൻ പറഞ്ഞു. അപ്പോൾ കിണറിൻ്റെ ആൾ പറഞ്ഞാൽ 250 അടിയിൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ കുത്തിയപ്പോൾ 250 കുറച്ച് കിട്ടി. 400 ആയപ്പം വെള്ളം നിലനിർത്തി ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായി. അപ്പോൾ വളരെ സന്തോഷം പറഞ്ഞു അവർ, അൽഹംദുലില്ലാ കയറി കിട്ടിയെന്ന്. എന്നായിക്കോട്ടെ. അപ്പോൾ എൻ്റെ കാർസാവിനെയും മുജീബിനെയും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പോയിക്കോളാമെന്ന്. അപ്പോൾ അളവെടുക്കാനൊന്നും പോകണ്ട, അവിടുന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ ദൂരമൊക്കെ മനസ്സിലാക്കി പൈപ്പും കാര്യമായിട്ട് ഒറ്റടിക്കാണ്ട് പോയിക്കോളി, വെച്ചിട്ട് പോന്നാൽ മതിയായിരുന്നു, ബാക്കിയുള്ള അവിടുന്ന് വാങ്ങിക്കോളി, ബുദ്ധിമുട്ടിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളി അറിയാം. അങ്ങനെ അപ്പത്തിന് രാത്രി 4 മണിക്ക് നീച്ച് പോയി. 11 മണിയായപ്പോഴത്തിന് ആ പണി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അവിടെ ഇഷ്ടംപോലെ വെള്ളം കിട്ടി. യഥാർത്ഥത്തിൽ ഈ സഹോദരി നമ്മളോട് കിണർ ആവശ്യപ്പെട്ടിട്ടില്ല, അതിൽ കിണർ ചോദിച്ചിട്ടില്ല. ആ വഴി പോകാൻ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ല. അതായത് നമുക്ക് ബിസ്മിൽ എന്നെ രജിസ്റ്റർ ചെയ്ത ആളുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ ഓരോന്ന് കാണാമല്ലോ, ഈ കാറിൽ കയറിയാലെന്നുള്ള രീതിയിൽ അങ്ങനെ പോയപ്പോൾ ഇവരെ ആ ടൗണിലെത്തിയപ്പോൾ ഇവരെ പറ്റി ഓർമ്മയായിട്ട് അപ്പോൾ പേര് ഓർമ്മയില്ല, നമ്പർ ഓർമ്മയില്ല. അയച്ചിനെ വിളിച്ച് പോക്ക് ഓർമ്മയായി, നമ്പർ കിട്ടി. അങ്ങനെ ആ സ്ഥലത്തെത്തിപ്പെട്ട് അപ്പോഴും ഓരോരു കിണർ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ആ മുന്നിലെ വീട്ടുകാരൊക്കെ സഹായിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, വെള്ളം പോലും കിട്ടാതെ ആയിട്ടുണ്ട്, കുടുങ്ങിയെന്ന്. അപ്പോൾ നിങ്ങളൊരു കയറുത്തി തരുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ഇവിടുന്ന് കൊടുക്കേണ്ട സംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണെന്ന് അവർക്കറിയാം. മാത്രമല്ല മകളെ കല്യാണം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ് പറഞ്ഞത്. സത്യത്തിൽ ഇവരെ മനസ്സിനുള്ളിൽ പഠിച്ചോനെ ഒരു കിണറുത്താൻ നിർവാഹമില്ല. മകളെ കല്യാണം ആയിക്കാണ്, ഇപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് അത് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ എന്തെല്ലാം ആദികൾ മനസ്സിലുണ്ടായിട്ട് ഒരാളോടും പറയാതെ പഠിച്ചോനെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ പഠിച്ചോൻ പ്രശ്നങ്ങൾ ഇടപെടുന്ന രീതികളാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ പഠിച്ചോനെ ഞാൻ എന്താ വഴി റബ്ബേ, കുട്ടികളെ വാപ്പില്ല, നയിച്ചുകൊണ്ടൊരു ആൺകുട്ടികളില്ല, കൂട്ടും കുടുംബവും സഹായിക്കാനില്ല, കിട്ടീൻ്റെ വെള്ളം ഇപ്പോൾ കിട്ടാതായി, ഇനി എന്ത് എന്നൊരു ചോദ്യം മനസ്സിലുള്ള ഇങ്ങനെ ആ ഒരു ആദ്യം വരുമ്പോൾ
പടച്ചോനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു വഴിയാണല്ലോ ഈ പാലക്കാട് ജില്ലയിൽ കൂടെ പോകാൻ. ഒന്നുമില്ലെങ്കിൽ ആ സഹോദരി ഒന്ന് വിളിച്ച് പറയും കൂടി. എനിക്ക് ആ സഹോദരിൻ്റെ പേര് പോലും അറിയില്ല. എനിക്ക് ആകെ അറിയാം ആ സഹോദരിക്കൊരു അസുഖമുണ്ട്, ആ അസുഖത്തിന് ചികിത്സ വേണ്ടി വന്നാൽ നമ്മളൊപ്പം ഉണ്ടാകുന്നുള്ളൊരു ആത്മധൈര്യം കൊടുത്ത് ലാബിനൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ ആകെ കൂറിയിട്ട് എന്താ വെച്ചാൽ അവിടെയാണല്ലോ ആ പെണ്ണുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ചിന്തയിൽ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ മുറി എന്തായി ചോദിച്ചപ്പോൾ അത് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, എന്നിട്ട് റിസൾട്ട് വരണം. അപ്പോൾ അതും കൂടി ചോദിക്കാന്നുള്ളതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഉണ്ടേനെ. പക്ഷെ അവിടെയുള്ള പ്രശ്നം അതിലേക്കാടേറെ അല്ലെങ്കിൽ അതോടൊപ്പം ഉള്ളത് കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടൊരു സഹോദരി. ഇവിടെയാണ് നമ്മൾ പഠിച്ചവൻ. അപ്പോൾ ഏതേത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ച് മനോരുകി പഠിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒമയത്തക്കില്ല യജല്ലോ മഹ്റജ, ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. വയറുസുക്കുമിനായിസുലായക്തസിബ് ഒമയത്തവക്കൽ അല്ലാഹു ഫഹു ഹസ്ബു ഇന്നല്ലാഹു ബാലി അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. ഈ ഉപജീവനത്തിൽ ഏറ്റവും വലിയതാണല്ലോ കുടിവെള്ളം. പക്ഷെ അവരുടെ മനസ്സിനുള്ളിലൊരു തേട്ടാണ് ഇവിടുന്ന് ഒരു 100-100 കിലോമീറ്റർ അപ്പുറത്ത് അവരുടെ വീടുകളിൽ എത്തിപ്പെടാനും അവർക്ക് കിണർ കുത്താനും വെള്ളം കിട്ടാനും അത് മോട്ടർ വെച്ച് കൊടുക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ എന്നിട്ട് പറയുന്ന അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നുവോ അവൻ മതിയായതാവും, അവൻ മതിയാവും. അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നുവോ അവൻ മതിയാവും, മതിയാവും. അപ്പോൾ നമ്മൾ അള്ളാഹിനെ ഏൽപ്പിച്ചാൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിച്ചവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിശ്ചയമായും അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവനാണ്. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം, ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാലോചിച്ച് ഇതിലൊരു വ്യവസ്ഥ അള്ളാഹിൻ്റെ ഒരു തീരുമാനത്തിൽ അള്ളാഹ് ഉണ്ടാക്കിയൊരു നിർണയം, ഒരു വ്യവസ്ഥയായിട്ട് നമുക്ക് കൂട്ടാലോ. ആ പെണ്ണ് ഇന്ന പാലക്കാട് ജില്ലയിലെ ഇന്ന കുഗ്രാമത്തിലൊരു പെണ്ണ് വെള്ളമില്ലാതെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിൻ്റെ മനസ്സിൽ കുടിവെള്ളം മുട്ടിയിട്ടുണ്ട്, അപ്പുറത്തുനിന്നുള്ള വെള്ളം കിട്ടാതായിട്ടുണ്ട്, ഇവിടെ വെള്ളത്തിന് രൂക്ഷമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ വെള്ളം കിട്ടേണ്ട അത്യാവശ്യ ഘട്ടത്തിലാണെന്ന് മനമുരുകി പഠിച്ചവന് പറഞ്ഞുകൊണ്ടാവുമല്ലോ നമ്മളിവിടെ ഇങ്ങനെ പോയി അവിടെ എത്തുന്നതും കൊടുക്കുന്നതും. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചവനെ പ്രശ്നങ്ങൾ ഇടപെടിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊരു വഴി. അതേപോലെ ഈ പഠിച്ചവൻ്റെ മറ്റൊരു ഇടപെടലാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കുട്ടി 6 വയസ്സായ ഒരു കുട്ടീനെ കൊണ്ട് ഒരു ഉമ്മ കാരണം. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടീൻ്റെ കണ്ണിങ്ങനെ മറയുന്നുണ്ട്. മടിയിൽ ആ കുട്ടീനെ കുതിരിപ്പിച്ചിന്. അപ്പോൾ കണ്ണിങ്ങനെ മറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ചോദിച്ചല്ല എന്താ കുട്ടീൻ്റെ കണ്ണിന് പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ പറഞ്ഞു ഓക്ക് ബ്രെയിൻ ട്യൂമറാണ്. അല്ല, ഈ മോൻ ആൺകുട്ടിയാണ്, ഓന് ബ്രെയിൻ ട്യൂമറാണ്, തിരുവനന്തപുരത്ത് മടക്കിയതാണ്, ഇനിയൊന്നും ചെയ്യാല്ല, വീട്ടിൽ വെച്ചിട്ട് ചികിത്സിച്ച് നടത്താൻ മതി എന്നുള്ളതാണ്. അപ്പം എൻ്റെ കൂടെ അപ്പുറത്തിരിക്കണപ്പോൾ ഒരു ജില്ലാ ആയുർവേദ സൂപ്രണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അനസ്തേഷ്യ ഡോക്ടർ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നീച്ചുന്നായിട്ട് കടലാസ് അവർക്ക് കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ്ട് പറഞ്ഞു സ്റ്റേജൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മടക്കിയത് തന്നെ. ഓരും പിന്നെ രണ്ടാളും കൂടി ഇങ്ങനെ നിന്ന്. അപ്പോൾ ആ ആയുർവേദ ഡോക്ടർ ഒരു സംഖ്യ എടുത്താണ്ട് തന്നു, മറ്റേ ഡോക്ടറും കുറച്ച് പൈസ തന്നു, അതിങ്ങനെ വിസ്മി കൊടുത്താളിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടിൻ്റെ ഈ അവസ്ഥ കേൾക്കുമ്പോൾ നമ്മളൊരു സ്നേഹിതന് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഗൾഫിൽ നിന്ന് മുട്ടായി കയറ്റി തീർക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കില്ല, വേറെ 2 കുട്ടികളുണ്ട്, ഈ കുട്ടിക്ക് ട്യൂമറാണ്, വീട് പണി തുടങ്ങി പഞ്ചായത്ത് കിട്ടിയ പൈസ കൊണ്ട് ഇങ്ങനെ പകുതിയായി കിടക്കുകയാണ്, ഈ കുട്ടീനെ ഒന്നതിൽ താമസിപ്പിച്ചിട്ട് മരിച്ചാൽ മതി, ഇനി ഈ കുട്ടീൻ്റെ കാര്യം കുറച്ച് അപകടമാണ്. അപ്പോൾ ഇത് ഈ കുട്ടീൻ്റെ ഈ സഹോദരി ഇതെല്ലാം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ട്യൂമറാണ്, തിരുവനന്തപുരത്ത് നിന്ന് മടക്കിയതാണ്, ഭർത്താവ് ഇല്ല, 2 കുട്ടികളുണ്ട്, ഇതിനിട്ട് പണിക്കൊന്നും പോകാൻ വയ്യ, ഇതിനെ കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണിങ്ങനെ മറിയണ ഒരു 6 വയസ്സായ കുട്ടീനെ മടി വെച്ച് എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ കാണാം. ഇവരെ പോയതിന് ശേഷം പറഞ്ഞു ഉഷരൊക്കെ നിങ്ങളെപ്പോഴും വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളെ പോകും മറ്റന്നാൾ പോകും, എപ്പോൾ പോകാൻ എന്നെ വിളിച്ചോളേണ്ടിയായിരുന്നു, ഇന്നായിക്കോട്ടെ എന്ന് അറിഞ്ഞാണ്ട് ഞങ്ങൾ. അപ്പോൾ അന്ന് 2 മണിയായപ്പോൾ നമ്മുടെ പരിപാടി തീർന്നപ്പോൾ ഞാൻ ആ സ്നേഹിതനെ വിളിച്ച് പറഞ്ഞു ഇന്ന് പോരാൻ പറ്റുമെന്ന്. അപ്പോൾ നാളെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് വേണ്ടേ, ഒരു നന്മ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ വിളിച്ചോളിയുണ്ടായിരുന്നു. 2 മണിയായപ്പോൾ സഫീറിനോട് വണ്ടി 2:30 റെഡിയാക്കി നിർത്തിക്ക് പോകാൻ പോയാണ്ടറിഞ്ഞു വണ്ടി സ്റ്റാർട്ടാകില്ല, വണ്ടീൻ്റെ ബാറ്ററി പോയതുകൊണ്ട് സ്റ്റാർട്ടാകണില്ല. എന്നാൽ ശരി പ്രശ്നം ഞാൻ വിട്ടോളാം, എന്നാലും ജീ ബാറ് ഞാൻ ഇവിടെ 60 കിലോമീറ്റർ ദൂരത്താണ്, നിങ്ങൾ വിടണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഞാൻ വിട്ടാലെങ്കിൽ ശരിയാവുള്ളൂ, ഞാൻ വിട്ടോളാറ്.
അങ്ങനെയൊക്കെ മുന്നേ അസിസാക്ക പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് വരും. സാധാരണ അസിസാക്ക രാവിലെ 9:00 വന്ന് 2 മണിയാകുമ്പോൾ പോകുന്ന ആളാണ്. അപ്പോൾ 2:30 കയറിയാറുണ്ട്. അപ്പോൾ എന്താ പരിപാടി? ഒന്നുമില്ല, ചോർന്നിട്ടില്ല. എന്താ ചോറ് ഇവിടെ നിന്നോളി, ഒരു സ്ഥലം വരെ പോകേണ്ടത്. അപ്പോൾ ഓരെന്തൊക്കെ പ്ലാനിങ് ആയിട്ടാണ് വന്നത്, 2:30 വന്നത്. പക്ഷെ ഒന്നും നോക്കാതെ എന്നാൽ ശരി പോകാൻ പെണ്ണുങ്ങളും കുട്ടീൻ്റെ കൂടെ ഇന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടി അങ്ങനെ പോയി. അവിടെ ഉള്ളൊരു മാഷം കൂട്ടി ഇവിടുന്ന് 60 കിലോമീറ്റർ കറക്റ്റാണ് ആ സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു നല്ല പ്രയാസമായി. അപ്പോൾ തന്നെ ആ സ്നേഹിതൻ പറഞ്ഞു, 1 ലക്ഷം റുപ്യ ഞാൻ തട്ടടിച്ചിട്ടേക്കാം, 1 ലക്ഷം റുപ്യ ഞാൻ തരാറിന്. സത്യത്തിൽ ഇവൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന്, ഈ സഹോദരൻ ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വരിക. അവൻ വരുമ്പോൾ ഞാൻ പറയാം എപ്പോൾ വന്നാലും മുട്ടായി വരരുത് കേട്ടോ. അപ്പോൾ ഒരു പെട്ടി മുട്ടായി എന്ന് പറഞ്ഞാൽ വരുമല്ലോ, എന്തായാലും വരും. ആ മുട്ടായിട്ടൊന്ന് ഇരുന്ന് അപ്പോൾ കുറച്ചിരുന്ന് പോവുകയാണ്. ആ സമയത്താണ് ആ 1 ലക്ഷം റുപ്യ ഞാൻ തരാമെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ 1 ലക്ഷം റുപ്യ ആ സഹോദരൻ തരാറിന്. അങ്ങനെ മടങ്ങിപ്പോന്ന് വേറൊരു പരിപാടി ഇങ്ങനെ ആലോചിച്ച്. സത്യത്തിൽ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ ആ രംഗം ഇങ്ങനെ ചർച്ച ചെയ്ത് പോരുമ്പോഴാണ് ഷെഫീർ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ബാറ്ററിക്ക് 10,000 റുപ്യോളം വരുമെന്ന്. നല്ല ബാറ്ററി ഇട്ടണമെങ്കിൽ തന്നെ അത് ചെക്ക് ചെയ്താണ്ട് 10,000 റുപ്യോളം വരുമെന്നാണ്. അപ്പോൾ അശാക്കാരനെ എന്നാൽ ആ പൈസ ഞാനായിട്ട് തരാം, അതിന് ബില്ല് എനിക്ക് തരാൻ പറയുന്നു. സത്യത്തിൽ എന്താ വെച്ചാൽ ആ ഒരു ഇത് പഠിച്ചങ്ങോട്ട് കൂട്ടിമുട്ടും. ഇവിടെ 10,000 റുപ്യ വിശ്വന്ന് എടുത്ത് കൊടുക്കാറിനാൽ ഇപ്പോൾ ഗതിമുട്ടുമ്പോൾ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരോടും വാങ്ങലാണല്ലോ. അപ്പോൾ ഒരു 10,000 റുപ്യ ഞാൻ അതിനെത്ര പ്രശ്നമാക്കണ്ട, ആ ബില്ല് ഞാനായിട്ട് തരാറ്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എന്തൊക്കെയായി? ഇവിടുന്ന് ആ സഹോദരി വരുന്ന് കാണുമ്പോൾ നമുക്കിപ്പോൾ അതിൽ ബിസ്മിക്ക് 10,000 റുപ്യേൻ്റെ നല്ല വിലപിടിപ്പുള്ളൊരു ബാറ്ററി ഫ്രീ ആയി കിട്ടി, മറ്റാൾക്ക് 1 ലക്ഷം കിട്ടി. പക്ഷെ ഇതിൽ മുടക്ക് മുതൽ എന്താ? ഒരു പ്രയാസം വരുമ്പോൾ ഇറങ്ങി പുറപ്പെടാൻ ആ സഹോദരൻ, ലീവിൽ വന്ന സഹോദരൻ, ഞാൻ പോരാ നിങ്ങൾ പോകുമ്പോൾ എന്നെ വിളിച്ചോളിയാണ്, നാളെ മറ്റന്നാളും റെഡിയാണ്, ഇന്ന് റെഡിയാണപ്പോൾ ഇന്നും റെഡി, നിങ്ങളെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കോളിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ പടച്ചോന് നമ്മളെ നല്ലോണം സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ പടച്ചോ ഇടപെടും ചെയ്യും. ഇപ്പോൾ 2 കാര്യം. ഒന്ന്, അവിടെ പാലക്കാട് ജില്ലയിൽ കിണറുത്തലും ഈ കുട്ടിക്ക് 1 ലക്ഷം റുപ്യ അവിടെ കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരൻ രോഗമാണ്, അതിൻ്റെ കുട്ടിക്ക് രോഗമാണ്, 14 വയസ്സ്. അതിൻ്റെ താഴെ ഒരു കുട്ടീനെ, അതിന് രോഗമാണ്. അപ്പോൾ ഓലിങ്ങനെ വീട്ടിലൂടെ അഡ്രസ്സൊക്കെ എഴുതി ഓരോ വീട്ടിലൊക്കെ പോയി നമ്മൾ കോട്ടേഴ്സിലൊക്കെ പോയി കണ്ട് സംസാരിച്ച് ഒരു വീട് പണി ഒക്കെ തുടങ്ങാനുള്ളൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ തർപ്പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പണി നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ വേറെ സഹോദരനെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ വീട് പണീൻ്റെ ബന്ധപ്പെട്ട് വെള്ളത്തിൻ്റെ ചർച്ചയിൽ മേലെ വരെ ഒന്ന് വെള്ളം കിട്ടിയാലായി അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്തായാലും കയറുത്തണമല്ലോ, കയറുത്താം, അന്നങ്ങളെ കയറിയെത്തിക്കോളി അറിഞ്ഞേ, നിങ്ങൾ പൈസ കൊടുത്താലേ അറിഞ്ഞേ. അപ്പോൾ ഇവിടുന്ന് 50,000 റുപ്യ വെച്ച് കൊടുത്തു. അപ്പോൾ എന്നോട് വെച്ച് പൈസ കൊടുത്താൽ 50,000 ഞാൻ തരാം, 50,000 തന്നു. 10 റിങ് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം കിട്ടി. പക്ഷേ 10 റിങ്ങും കൂടി ആത്തണം. അപ്പം എന്തായാലും 1 ലക്ഷം റുപ്യോളം വരും. പിന്നെ പറഞ്ഞ് വേറൊരു ആളെ നോക്കട്ടെ. അത് വേണ്ട, അത് എനിക്ക് തന്നെ കിട്ടിക്കോട്ടെ, നിങ്ങൾ ആ കിണർ ഞാൻ തന്നെ കുത്തണം. ഞാനൊരാൾ കിണറിന് പൈസ ചോദിച്ചിട്ടില്ല, കിണർ പൈസ ചോദിച്ചിട്ടേ ഇല്ല. ആ ഉടമസ്ഥൻ വീടുണ്ടാക്കേണ്ട ആ രോഗിയാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം കേട്ടിട്ട് അതിലിടപെടുന്നു, ബാക്കിയുള്ള പൈസ തരാറ്. അപ്പോൾ ഞാൻ ഇന്നലെ ആ സഹോദരനെ വിളിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചവനോട് ദോർക്കൽ നിങ്ങളെ കാര്യത്തിൽ വീടിൻ്റെ കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, കിണർ ഇത്ര വേഗം കിട്ടാൻ എന്താക്കുക നിങ്ങളെങ്ങനെ? അപ്പോൾ പറയും, എൻ്റെ പെണ്ണുങ്ങൾ പറയും, പഠിച്ചവനെ ഒരു ആരും കാണാതെ ഒന്ന് തിരുമ്പി കുളിച്ചാനുള്ള, വെള്ളത്തിന് പഞ്ചം നോക്കാതെ തിരുമ്പി കുളിച്ചാനുള്ളൊരു സ്ഥലം എനിക്ക് തരണം, ഒരു കയറി തരണേ. കോട്ടച്ചിലാകുമ്പം പ്രശ്നമാണല്ലോ, വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ആരും വെള്ളത്തിന് കണക്കറിയാതെ ഒന്ന് തിരുമ്പി കുളിച്ചാനുള്ള ആ പെണ്ണിൻ്റെ ഭാഷ അതാണ്. ഒരു വെള്ളം കയറും ഒരു പെരയും തരണേന്ന് എൻ്റെ പെണ്ണുങ്ങൾ എപ്പോഴും പറയും. ഓക്ക് ആകെ ദുവാണ്, ഒരു വെള്ളം ഉള്ള സ്വന്തം വെള്ളം കയറും തരണേന്ന് അങ്ങനെ ദുവാർക്കും. ഒരിക്കൽ ഇവിടെ ചെന്നുകൊണ്ട് ഒരു വീടുമൊക്കെ തരുമെന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്കാരടുത്ത് ഒരു സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വരാറ്, പിന്നെ ചെന്നപ്പം ചീത്ത പറഞ്ഞു. അപ്പോൾ പിന്നെ വരാൻ പറഞ്ഞപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ എത്ര ഒക്കെ പേരെടുത്തു കൊടുക്കണം, എത്ര ഒക്കെ എടുത്തു കൊടുക്കണം അല്ലാണ്ട് ചീത്ത അറിഞ്ഞ് വിട്ട്. അതിൻ്റെ ശേഷം ഒരു മാനസിക തകർന്ന് വിട്ടു. കാരണം ആളെടുത്തേക്ക് പോവില്ല. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ അവൻ്റെ പെണ്ണുങ്ങൾ പഠിച്ചവനോട് മാത്രമേ പറയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇക്കാരം കിട്ടി, കാക്ക കൈ ഉയരം കിട്ടി, പൈസ ഉയരം കിട്ടി, ഒരു പ്രശ്നമില്ല. പറഞ്ഞിട്ടെന്താ വെച്ചാൽ ഇങ്ങനെ ഏത് കാര്യങ്ങളും അള്ളാഹു ഇടപെടും. അപ്പം നമ്മളെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾക്കും കൂടി ഒരു പരീക്ഷണം എന്നുള്ള തിരിച്ചറിവ് വേണ്ടി വരും. നമ്മളെ മുന്നിൽ വരുന്ന പ്രശ്നം വരുമ്പോൾ നമ്മളെങ്ങനെ അതിനോട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്, ആ ഇറങ്ങി പുറപ്പെടുന്നതനുസരിച്ച് പഠിച്ചോൻ്റെ സഹായം ഉണ്ടാവും. ആ സഹായത്തിന് ഒരു പക്ഷെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാൻ വിസ്മിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മളൊരു ഇറങ്ങി പുറപ്പെടലുകൊണ്ട് പഠിച്ചവന് അവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം മുന്നിൽ വരുന്ന അവസരങ്ങൾ എത്ര ചെറുതാണെങ്കിലും
അതിനോടൊരു നല്ല രീതിയിൽ ഇടപെട്ടാൽ നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മളെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ പറ്റും. പഠിച്ചോൻ നമുക്ക് അതിനുള്ള അവസരങ്ങൾ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. പൈസ ആയിട്ട് തരും, ആൾക്കാരായിട്ട് തരും. ഏതേത് സംഗതി നമുക്ക് പ്രവർത്തിക്കാനുള്ള മുന്നിൽ ഇടം വലും പഠിച്ചവൻ്റെ സഹായങ്ങൾ. പൈസ ആവശ്യമെടുത്ത് പൈസ വരും, വാഹനം ആവശ്യമെടുത്ത് വാഹനം വരും. എന്താണോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് വരും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടത്താൻ പറ്റും. ആ രീതിയിലാണ് പഠിച്ചവൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനൊക്കെ വേണ്ടിയിട്ട് കിണറാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വീടാണെങ്കിലും മരുന്നാണെങ്കിലും സക്കാത്ത് വീതം തിന്നിട്ടാണെങ്കിലും മാസവരി തിന്നിട്ടാണെങ്കിലും ഏതേത് കാര്യങ്ങളും ഇതിനോടൊപ്പം നിൽക്കുന്ന ചെറുതും വലുതും തന്ന് സഹായിക്കണം. നാട്ടിലും പുറത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു തആല ദുനിയാവിൽ സമാധാനം, നാളെ സ്വർഗത്തിൽ ഉന്നത പദവിയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പഠിച്ചവൻ നമ്മുടെ അടുത്ത് വരുന്ന വീഴ്ചകൾ മാറ്റി പുറത്ത് വളരെ നിർഭയത്വത്തോടു കൂടി അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കാനുള്ള എല്ലാ കഴിവും തൻ്റെ ഇടവും ആർജവും മനസാന്നിധ്യം തന്ന് അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹ് ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അസ്സലാമു അലൈക്കും.